ഇപ്പോൾ ഹെറിറ്റേജ് അനിമൽ ടാസ്ക് ഫോഴ്സ് പ്രതിനിധി വെങ്കിടാചലം കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ വെങ്കിടാചലം, ഈ കർശനമായ നിർദ്ദേശമാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. ആനകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ മതിയായതാണോ ഈ നിർദ്ദേശങ്ങൾ എന്നാണോ കരുതുന്നത്? അതായത് ഞങ്ങളുടെ സംഘടന 2022 സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയിൽ ആവശ്യപ്പെടുത്തുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കേരളത്തിലത്തെ വനം വകുപ്പും മൃഗസംരക്ഷണ വകുപ്പും റവന്യൂ വകുപ്പും മന്ത്രിമാരും ചേർന്ന് വന്യജീവി സംരക്ഷണ നിയമവും നാട്ടാന പരിപാലന നിയമവും വൻതോതില് വെള്ളത്തിൽ കലക്കിയിട്ട് നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നിയമാനുസൃതമായിട്ടുള്ള ഉദ്യോഗസ്ഥരെ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് ഒന്നിനെ നിയമം നടപ്പിലാക്കുക, ഇല്ലെങ്കിൽ ആനയെന്നുള്ളിപ്പ് നിരോധിക്കുക എന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. രണ്ടാമത്തെ ആവശ്യം, ഈ ആനകളേനെ, വയസ്സായ ആനകളേനെ വയസ്സധികം ആയിട്ടില്ല എന്ന് വ്യാജ സർട്ടിഫിക്കറ്റ് വെറ്റിനറി ഡോക്ടർമാരും ആന മാഫിയക്കാരും കൂടി നൽകിയിട്ട് ഇവരെ എഴുന്നള്ളിക്കുന്നുണ്ട്. അതുകൊണ്ട് വയസ്സായ ആനകളെ പാപ്പാന്മാരുടെ സംരക്ഷണയില് വനം വകുപ്പിന്റെ സ്ഥലത്ത് കാട്ടിന്ന് മൃഗങ്ങൾ വന്ന് ആക്രമിക്കാതിരിക്കാൻ വേര് കെട്ടിത്തിരിച്ച സ്ഥലത്ത് സർക്കാരിന്റെ ചെലവില് അവറ്റയെ പരിപാലിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടും സുപ്രീം കോടതിയിൽ എത്തിയപ്പോ സുപ്രീം കോടതി പറഞ്ഞു, ഇത് ഞങ്ങളിത് തീരുമാനിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് നിങ്ങൾ ഹൈക്കോടതി പോയിട്ട് ഇത് അവിടെ അവതരിപ്പിക്കുക. ഹൈക്കോടതി എന്തെങ്കിലും സംഭവങ്ങളിൽ നിങ്ങളുടെ അടുത്ത് വീണ്ടും സുപ്രീം കോടതി പോകാൻ പറഞ്ഞാൽ നിങ്ങൾ സുപ്രീം കോടതിയിലേക്ക് വന്നോന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ കേസ് ഹൈക്കോടതിയിൽ വെച്ചത്. ഹൈക്കോടതിയിൽ ഒരു കൊല്ലമായിട്ട് ഹൈക്കോടതിയിലത്തെ ജഡ്ജിമാര് ഇത് മാസാമാസം ഈ ഇറങ്ങി നടത്തി എന്ത് ചെയ്താലും വനം മന്ത്രിയും വനം വകുപ്പിലത്തെ ചില ഉത്സവ മാഫിയായിട്ട് ബന്ധമുള്ള ചില ഉദ്യോഗസ്ഥന്മാരും റിപ്പോർട്ട് കൊടുക്കാണ്ടായി. അങ്ങനെ കർശന നിബന്ധനകൾ വേണമെന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതി പറയുമ്പോഴാണ് ഇപ്പോൾ പുതിയ നിബന്ധനകൾ വെച്ചിട്ടുള്ളത്. ഈ നിബന്ധനകൾ പ്രകാരം കേന്ദ്ര സർക്കാർ പാസ്സാക്കിയിട്ടുള്ള വന്യജീവി സംരക്ഷണ നിയമപ്രകാരവും മൃഗങ്ങളോടുള്ള കേടുകൾ തടയാനുള്ള നിയമപ്രകാരമാണ് ഹൈക്കോടതി അടിയന്തരമായിട്ട് ഇത് നടപ്പിലാക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് പ്രകാരം എഴുന്നള്ളിപ്പ് നടത്താൻ പറ്റില്ല എന്നിപ്പോൾ ഉത്സവ സംഘാടകർ പറയാൻ കാരണം അവരടുത്തുള്ള എല്ലാ ആനകളും നിയമപ്രകാരമായിട്ടുള്ള യാതൊരു പരിരക്ഷയും ഇല്ലാത്ത വ്യാജ സർട്ടിഫിക്കറ്റോട് കൂടിയിട്ടുള്ള ആനകളായതുകൊണ്ടാണ്. ഇന്നലെ ഹൈക്കോടതിയിൽ വേറൊരു വിഷയം ഉണ്ടായി, അത് മാധ്യമങ്ങളധികം പുറത്തേക്ക് വിട്ടിട്ടില്ല. ഓപ്പൺ കോടതിയിൽ ഇവർ പറഞ്ഞത് ഈ ആനകളുടെ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉള്ള ആനകളെ സംസ്ഥാനം മാറ്റി കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് BJPയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ഒരു അമെന്റ്മെന്റ് വരുത്തി. ഈ അമെന്റ്മെന്റ് വരുത്തിയപ്പോ ഇവിടുത്തെ ചില ആളുകൾ പ്രചരിപ്പിച്ചത് ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് എന്നുള്ള കടലാസുള്ള ആനകളെ മുഴുവൻ ഇവിടെ കേരളത്തിൽ നിന്ന് നിറയ്ക്കുന്നതാണ് സുരേഷ് ഗോപി അടക്കമുള്ളവര് പരസ്യമായിട്ട് തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രഖ്യാപിച്ചത്. പക്ഷെ ഇതിലെ കോടതി പറഞ്ഞത് ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് എന്ന് ഇതിൽ പറയുന്നത് 2003 ഒക്ടോബർ 15 2003 വൈൽഡ് ലൈഫ് സ്റ്റോക്ക് ഡിക്ലറേഷൻ റൂൾ പ്രകാരം കൊടുത്തിരിക്കേണ്ട ഒരു സർട്ടിഫിക്കറ്റ് ആണ്. അത് കൊടുക്കണമെങ്കിൽ ഈ കാട്ടിലത്തെ ആനേനെ ക്യാപ്റ്റിവേറ്റ് ചെയ്യാനായിട്ട് ഏത് സംസ്ഥാനത്തെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനാണോ ഈ ആനയെ പിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്, അയാൾ വന്യജീവി സംരക്ഷണ നിയമത്തിൽ സെക്ഷൻ 11 പ്രകാരം ആനയെ വേട്ടയാടി പിടിക്കാനായിട്ടൊരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ടാവണം. ഈ വേട്ടയാടി പിടിക്കാനായിട്ടുള്ള ഉത്തരവ് പ്രകാരം വെടിവെച്ച് കൊല്ലാത്ത ആനയെ പരിരക്ഷിച്ച് കൊണ്ടുവരാനായിട്ടാണ് ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ചെയ്യണേ. അങ്ങനെ ആ ഹണ്ടിങ് ഓർഡർ പ്രകാരമുള്ള സെക്ഷൻ 11 പ്രകാരമുള്ള ഓർഡറുള്ള ആനകൾക്ക് ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെയുള്ള ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് 2003 ഒക്ടോബർ 15 കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റുള്ള ആനകൾക്ക് മാത്രമേ ട്രാൻസ്ഫർ ചെയ്യാനും എഴുന്നള്ളിപ്പിൽ പങ്കെടുക്കാൻ അധികാരമുള്ളൂ എന്ന് കോടതിയിൽ പറഞ്ഞു. അല്ല ശ്രീ വെങ്കിടാചലം, അപ്പോൾ ഈ പറയുന്ന കർശന നിർദ്ദേശങ്ങൾ കൊണ്ട് ഇപ്പോൾ ഈ മാർഗരേഖ പുറത്തിറക്കിയതുമായി ബന്ധപ്പെട്ടിട്ട് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഈ വിഷയത്തിൽ വരുന്നില്ല എന്നുള്ളതാണോ, അല്ലെങ്കിൽ ശാശ്വതമായ പരിഹാരം ഈ വിഷയത്തിൽ വരുന്നില്ല എന്നുള്ളതാണോ താങ്കൾ പറയുന്നത്? അല്ലല്ല, നിയമം പാലിച്ചിട്ടേ എഴുന്നള്ളിപ്പ് നടത്താവൂന്ന് ഹൈക്കോടതി പറഞ്ഞു. ഒരു കാര്യം കൂടി പറഞ്ഞു, ഈ നിയമങ്ങളൊക്കെ ഇവിടെ ലംഘിക്കുന്നത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ പിന്തുണയോടെയും ഉത്സവ മാഫിയകളുടെ പച്ചനോട്ട് കണ്ടിട്ടുമാണ് ഈ സർക്കാർ ഇതിന് സമ്മതിക്കണേന്നും പറഞ്ഞു. അതുകൊണ്ട് കേന്ദ്ര സർക്കാരും കേന്ദ്ര സർക്കുലറുകളും സുപ്രീം കോടതി ഉത്തരവും പ്രകാരം മാത്രമേ ആനകളെ എഴുന്നള്ളിക്കാവൂന്ന് പറയാൻ കാരണം എന്താ വെച്ചാല് തൃശ്ശൂർ പൂരം അടക്കമുള്ള ഇക്കൊല്ലത്തെ പൂരം നടന്നിട്ടുള്ളത് നേരെ ചൊവ്വയല്ലാന്ന് ഹൈക്കോടതിക്ക് മൊത്തം തെളിവ് കിട്ടി. അതുകൊണ്ട് ഇവർക്ക് ഇപ്പോഴത്തെ ആനകളെ വെച്ചിട്ട് ഇവർക്ക് ഈ നിയമപ്രകാരം എഴുന്നള്ളിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവര് റോബോട്ട് ആനേനെ എഴുന്നള്ളിക്കിട്ടേ, റോബോട്ട് ആനകൾ ഉപയോഗിച്ചിട്ട് ഇവര് ആനകളെ തള്ളി നീക്കട്ടെ. അതിന് മടിയുണ്ടെങ്കിൽ ഇവരുടെ തലയില്, ഇവരുടെ സ്വന്തം തലയില് ദേവവിഗ്രഹം എന്തിട്ട് ഇവര് കൊടയും ആലവട്ടം ഇവര് പിടിച്ചു പോക്കട്ടേനായി. ഇവര് നടത്തേണ്ട റോട്ടിൽ കൂടെ ഇവര് നടക്കട്ടെ. തമിഴ്നാട്ടിൽ നടത്തണ്ടല്ലോ. തമിഴ്നാട്ടിലെ ദേവവിഗ്രഹം തലയിൽ എന്തിക്കൊണ്ടാണ് അവിടുത്തെ
ഉത്സവങ്ങൾക്ക് ദൈവം പുറത്തിറങ്ങുന്നു. ശരി വെങ്കിടാചലം.